വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം യുവാക്കളുടെ ഒരു പ്രതീക്ഷ എന്നുള്ളതാണ് താങ്കളിപ്പോൾ ജില്ലാ സെക്രട്ടറി ആയിട്ട് എത്തിയിരിക്കുന്നത്. പിന്നെ അങ്ങോട്ടേക്ക് ആ രീതിയിലേക്ക് ഒരു പ്രവർത്തനമൊക്കെ ഉണ്ടാവും. യുവാക്കളുടെ മാത്രമല്ല, നമ്മുടെ ജില്ലയിലെ എല്ലാ ബഹുജനങ്ങളുടെയും പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുക. ഇവിടെ നമുക്കറിയാം CPIM വയനാട് ജില്ലയിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെ നടത്തി വരികയാണ്. നിങ്ങൾക്കറിയാം ജില്ലയിലെ ഏതെല്ലാം വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ടാണ് CPIM മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങൾ തുടരും. അതാണ് ഇതിൽ പ്രത്യേകിച്ച് പുതുതായി വേറൊന്നുമില്ല. പക്ഷേ സമ്മേളനം ചർച്ച ചെയ്ത കുറേ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില മേഖലകളെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്തിട്ടുണ്ട്. ആ മേഖലയിൽ കുറേ കൂടെ കേന്ദ്രീകരിക്കും. ആ മേഖലയിൽ കുറേ കൂടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തും. നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകും. ഇത് കൂട്ടായ ഉത്തരവാദിത്തം എന്ന നിലയിലാണ്. വ്യക്തിപരമായി യുവജനമാണോ എന്നുള്ളതല്ല പ്രധാനം. അതിനപ്പുറത്തേക്ക് കൂട്ടായ ഉത്തരവാദിത്തം എന്നത് നിർവഹിക്കും. സമ്മേളനത്തിൽ താങ്കളുടെ പേരും ഗഗാറിൻ്റെ പേരും നിർദ്ദേശിച്ചു. തുടർന്ന് അനുകൂലിച്ച ആളുകളുടെ എണ്ണം എടുത്ത് അതിനുശേഷമാണ് താങ്കളെ തിരഞ്ഞെടുത്തുള്ള രീതിയിലേക്ക് വിവരങ്ങൾ ലഭിച്ചു. അതിലെന്തെങ്കിലും അത് നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നറിയില്ല. തെറ്റായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിൽ ഞങ്ങൾക്ക് പ്രതികരിക്കാനില്ല. സമ്മേളനം എല്ലാം ഐക്യകണ്ഠേനയാണ്. കമ്മിറ്റി തിരഞ്ഞെടുപ്പാവട്ടെ, സംസ്ഥാന സമ്മേളന പ്രതിനിധികളുടെ തിരഞ്ഞെടുപ്പാവട്ടെ, സെക്രട്ടറി തിരഞ്ഞെടുപ്പാവട്ടെ, അതെല്ലാം ഐക്യകണ്ഠേനയാണ് തിരഞ്ഞെടുത്തത്. നിങ്ങൾക്ക് CPMൻ്റെ ഒരു സംഘടനാ സംവിധാനത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് നിങ്ങളിങ്ങനെയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പകരം എൻ്റെ അഭ്യർത്ഥന എന്ന് പറയുന്നത് അത്തരം വാർത്തകൾക്ക് പകരം ഈ സമ്മേളനം പ്രമേയം അവതരിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്. വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രം സ്വീകരിക്കേണ്ട നിലപാട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയം. അതിലെല്ലാമുള്ള CPM ജില്ലാ സമ്മേളനം കൈക്കൊണ്ടിട്ടുള്ള ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ പ്രമേയങ്ങളായി നിങ്ങൾ കോപ്പി ലഭിക്കുന്നതാണ്. ആ കാര്യങ്ങളാണ് ജനമധ്യത്തിൽ കൊണ്ടുവരേണ്ടത്. അല്ലാതെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാതെ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും കൂടുതൽ മികച്ച പ്രകടനം? തീർച്ചയായിട്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഈ സമ്മേളനം ചർച്ച ചെയ്തിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവും. കാരണം ഇപ്പോൾ ഈ ജില്ലയിലെ മഹാഭൂരിപക്ഷം പഞ്ചായത്തുകൾ ഇപ്പോൾ ഭരിക്കുന്നത് UDF ആണ്. എന്നാൽ രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നതാണ് ജില്ലാ പഞ്ചായത്ത്. ആ ജില്ലാ പഞ്ചായത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം LDFന് കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുമുണ്ട്. പ്രാദേശികമായി വലിയ UDF ഭരിക്കുന്ന പഞ്ചായത്തുകളെല്ലാം വലിയ പ്രതിഷേധം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തും. കേരളത്തിലെ ഗവൺമെൻറ് സാധാരണക്കാർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന കുറേ പദ്ധതികളുണ്ട്. അതെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ ഇത്തരം വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ ഈ ഒരു കാലയളവിൽ നടത്തും. വലിയ മുന്നേറ്റം CPIM ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഉണ്ടാവും. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൊരു കാര്യം, നമ്മുടെ ജില്ലയിലെ വിവിധ വിഷയങ്ങളുണ്ട്. അത്തരം വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന ചില തെറ്റായ നിലപാടുണ്ട്. അതിനെല്ലാം എതിരായി CPM നടത്തുന്ന പ്രക്ഷോഭങ്ങൾക്കും ഇടപെടലുകൾക്കും നിങ്ങളുടെയെല്ലാം നല്ല പിന്തുണ ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാ അഭിനന്ദനങ്ങളും.